Good morning dear students. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിഡക്ഷൻസ് തന്നെയാണ് പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിലായിട്ട് നമുക്കൊരു 5 ഡിഡക്ഷൻസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 5 ഡിഡക്ഷൻസ് എന്ന് പറയുന്നത് സെക്ഷൻ 30, 31, 32, 36 ആൻഡ് 37. ഇത് 3 ആണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ കുറച്ചും കൂടി ഡിഡക്ഷൻസ് നമുക്ക് പഠിക്കാനുണ്ട്. ഈ എല്ലാ ഡിഡക്ഷൻസും പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇൻകം ഫ്രം ബിസിനസ് എന്ന് പറയുന്നത് നമുക്ക് കമ്പ്യൂട്ട് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ ഇന്നത്തെ ഡിഡക്ഷൻസ് എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ, അതായത് 6ാമത്തെ ഒരു ഡിഡക്ഷനാണ് ഞാൻ പറയുന്നത്. 5 ഡിഡക്ഷൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞു, ഞാൻ നേരത്തെ പറഞ്ഞു. 6ാമത്തെ ഡിഡക്ഷനാണ് ഇന്നത്തെ ക്ലാസ്സിൽ സ്റ്റാർട്ടിംഗ് ആയിട്ട് പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. 6ാമത്തെ ഡിഡക്ഷൻ എന്ന് പറയുന്നത് അഡ്വർടൈസ്മെൻറ്റ് എക്സ്പെൻഡിച്ചർ ഫോർ പൊളിറ്റിക്കൽ സോവനീർ. രാഷ്ട്രീയപരമായിട്ടുള്ള ഏതെങ്കിലും ഒരു സോവനീറിൽ പരസ്യമായിട്ട് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അവിടെ വരുന്ന എക്സ്പെൻസ് നമുക്ക് ഡിഡക്ഷനായിട്ട് എടുക്കാൻ പറ്റുമോ എന്നുള്ളതാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. സോ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് എന്തായിരിക്കണം? അഡ്വർടൈസ്മെൻറ്റ് എക്സ്പെൻഡിച്ചർ ആയിരിക്കണം. അത് പൊളിറ്റിക്കൽ സോവനീറിലാണെങ്കിൽ നമ്മൾ എങ്ങനെയായിട്ടാണ് കണക്കിലെടുക്കുക എന്നുള്ളതാണ് നോക്കുന്നത്. എനി എക്സ്പെൻസസ് എൻകേർഡ് ബൈ ഗിവിംഗ് അഡ്വർടൈസ്മെൻറ്റ്സ് ഇൻ സോവനീർ, ബ്രോഷർ, ട്രാക്ട്സ്, പാംഫ്ലെറ്റ്സ് or the like issued or published by a political party cannot be allowed as deduction. നമുക്കൊരു കാരണവശാലും ഡിഡക്ഷനായിട്ട് എടുക്കാനായിട്ട് സാധിക്കില്ല. അപ്പോൾ അഡ്വർടൈസ്മെൻറ്റ് എക്സ്പെൻഡിച്ചർ ആയിരിക്കണം. അത് ഏതെങ്കിലും ഒരു പൊളിറ്റിക്കൽ ഒരു സോവനീറിലോ അല്ലെങ്കിൽ ബ്രോഷറിലോ അല്ലെങ്കിൽ പാംഫ്ലെറ്റ്സിലോ ഒക്കെ പബ്ലിഷ് ചെയ്യുകയാണെങ്കിൽ അതൊരിക്കലും നമുക്ക് അലൗബിൾ ഡിഡക്ഷനായിട്ട് എടുക്കാനായിട്ട് സാധിക്കില്ല. 7ാമത്തേതായിട്ട് നമ്മൾ പറയുന്നത് എക്സ്പെൻസസ് ഫോർ LIC, PPF ഏജൻറ്റ്. LIC ഏജൻറ്റ്സ് ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ പബ്ലിക് പ്രൊവിഡൻറ്റ് ഫണ്ടിൻ്റെ ഏജൻറ്റുമാരും ഉണ്ടായിരിക്കാം. ആ ഏജൻറ്റുമാർക്ക് വരുന്ന എക്സ്പെൻസ് എന്ന് പറയുന്നതാണ് 7th ഡിഡക്ഷനായിട്ട് പറയുന്നത്. വെയർ ഡീറ്റെയിൽഡ് അക്കൗണ്ട്സ് ആർ നോട്ട് മെയിൻറ്റൈൻഡ് ബൈ ഇൻഷുറൻസ് or PPF agent regarding expenses incurred in earning the insurance commission, ad hoc deductions for expenses at 50% of the commission subject to the maximum of rupees 20,000 will be allowed if commission does not exceed 60,000. ഈ പബ്ലിക് പ്രൊവിഡൻറ്റ് ഫണ്ട് ഏജൻറ്റോ അല്ലെങ്കിൽ LIC ഏജൻറ്റിനോ കിട്ടുന്ന കമ്മീഷൻ 60,000-ൽ താഴെയാണെങ്കിൽ മാക്സിമം 20,000 വരെ ഡിഡക്ഷൻ കിട്ടാവുന്നതാണ്. അവിടെ കണ്ടീഷൻ പറയുന്നുണ്ട്, ഡീറ്റെയിൽഡ് അക്കൗണ്ട്സ് ആർ നോട്ട് മെയിൻറ്റൈൻഡ് ബൈ ഇൻഷുറൻസ് ഓഫ് PPF ഏജൻറ്റ്. ഇൻഷുറൻസ് ഏജൻറ്റ് അല്ലെങ്കിൽ പബ്ലിക് പ്രൊവിഡൻറ്റ് ഫണ്ട് ഏജൻറ്റ് എന്ന് പറയുന്ന ആൾ ഡീറ്റെയിൽഡ് അക്കൗണ്ട് കീപ്പ് ചെയ്യണം എന്നുള്ളത് നിർബന്ധമില്ല. റിഗാർഡിങ് എക്സ്പെൻസസ് ഇൻകേർഡ് ഇൻ ഏണിംഗ് ദ ഇൻഷുറൻസ് കമ്മീഷൻ, അതായത് ഇൻഷുറൻസ് കമ്മീഷൻ ഏൺ ചെയ്യാനായിട്ട് വരുമ്പോൾ അതിന് റിലേറ്റഡ് ആയിട്ടുള്ള എക്സ്പെൻസസ് എന്ന് പറയുന്നത് എടുക്കണമെന്ന് നിർബന്ധമില്ല, അല്ലെങ്കിൽ അക്കൗണ്ട്സ് കീപ്പ് ചെയ്യണമെന്നുള്ളത് നിർബന്ധമില്ല. ഡിഡക്ഷൻസ് എത്ര വരെ കിട്ടും? 50% ഓഫ് ദ കമ്മീഷൻ സബ്ജക്റ്റ് ടു എ മാക്സിമം ഓഫ് 20,000. മാക്സിമം നമുക്ക് കിട്ടുന്നത് 20,000 ആണ്. അതായത് ടോട്ടൽ എക്സ്പെൻസസിൻ്റെ 50% ക്ലെയിം ചെയ്യാം. പക്ഷേ ടോട്ടൽ എമൗണ്ട് അല്ലെങ്കിൽ മാക്സിമം എമൗണ്ട് 20,000-ൽ കൂടാനായിട്ട് പാടില്ല. പക്ഷേ ഇവിടെ കമ്മീഷൻ എന്ന് പറയുന്നത് മാക്സിമം എത്രയേ കിട്ടാൻ പാടുള്ളൂ? 60,000 മാത്രമേ കിട്ടാനായിട്ട് പാടുള്ളൂ. അടുത്തതായിട്ട് ഞാൻ പറയാൻ പോകുന്നത് സെക്ഷൻ 40 സബ്സെക്ഷൻ 1 ആണ്. എല്ലാവരും പേജ് നമ്പർ 162 എടുക്കാം. പേജ് നമ്പർ 162-ൽ എമൗണ്ട് നോട്ട് ഡിഡക്റ്റബിൾ, അതായത് ഡിസലൗഡ് എക്സ്പെൻസിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. ഡിഡക്റ്റബിൾ അലവൻസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ നോട്ട് ഡിഡക്റ്റബിൾ എക്സ്പെൻസസ് എന്ന് പറയുന്നത് ഡിസലൗഡ് എക്സ്പെൻസ് തന്നെയാണ്. അതിൽ ഫസ്റ്റ് വൺ സെക്ഷൻ 40 സബ്സെക്ഷൻ 1 പ്രകാരം ഫസ്റ്റ് വൺ ആയിട്ട് പറയുന്നത് ഇൻട്രസ്റ്റ്, റോയൽറ്റി ഓർ ഫീസ് ഫോർ ടെക്നിക്കൽ സർവീസസ് പെയ്ഡ് ഔട്ട്സൈഡ് ഇന്ത്യ. എബ്രോഡിലേക്ക് ഒരു ടെക്നിക്കൽ സർവീസിന് വേണ്ടിയിട്ട് ഇൻട്രസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ റോയൽറ്റി ആയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫീസായിട്ട് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അത് നോട്ട് ഡിഡക്റ്റബിൾ ആണ്, അല്ലെങ്കിൽ ഡിസലൗഡ് എക്സ്പെൻസ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. wherever any interest, royalty,
fees for technical service is paid outside India on which no tax has been deducted and paid at source, then such interest, royalty, fee for technical service will not be allowed as deduction. ഒരിക്കലും നമുക്ക് ഡിഡക്ഷനായിട്ട് അലൗ ചെയ്യാനായിട്ട് പാടില്ല. അതായത് ഔട്ട്സൈഡ് ഇന്ത്യയിലേക്ക് ഒരു പലിശയായിട്ടോ അല്ലെങ്കിൽ ഒരു റോയൽറ്റി ആയിട്ടോ അല്ലെങ്കിൽ ടെക്നിക്കൽ സർവീസിന് വേണ്ടിയിട്ടുള്ള ഫീസായിട്ടോ കൊടുക്കുകയാണെങ്കിൽ നമ്മൾ സാധാരണയായിട്ട് TDS ഡിഡക്റ്റ് ചെയ്യാറില്ല. അപ്പോൾ അതോടൊപ്പം തന്നെ ആൻഡ് പെയ്ഡ് അറ്റ് സോഴ്സ് ദെൻ സച്ച് ഇൻട്രസ്റ്റ്, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇത് ഡിസലൗഡ് എക്സ്പെൻസ് ആയിട്ട് ട്രീറ്റ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഇൻകം ടാക്സ് ആണ്. എനി ടാക്സ് ലെവിഡ് ഓൺ ദ പ്രോഫിറ്റ്സ് ഓഫ് ദ ബിസിനസ് കാൽക്കുലേറ്റഡ് ആസ് എ പെർസെൻറ്റേജ് ഓഫ് സച്ച് പ്രോഫിറ്റ്സ് ആൻഡ് ഗെയിൻസ് ഈസ് എക്സ്പ്രസ്ലി ഡിസലൗഡ്. നെക്സ്റ്റ് ഡിസലൗഡ് എക്സ്പെൻസ് ആയിട്ട് പറയുന്നത് ഇൻകം ടാക്സ് ആണ്. അതായത് ഇൻകം ടാക്സ് എന്ന് പറയുന്നത് ഇൻകത്തമ്മെ ചാർജ് ചെയ്യുന്ന ടാക്സ് ആണ്. അതായത് എ ടാക്സ് ലെവിഡ് ഓൺ ദ പ്രോഫിറ്റ്സ് ഓഫ് ദ ബിസിനസ്സിൻ്റെ ലാഭവിഹിതത്വമേ ചാർജ് ചെയ്യുന്ന ടാക്സ് ആണെങ്കിൽ അത് നമുക്ക് ഡിസലൗഡ് എക്സ്പെൻസ് ആയിട്ട് മാത്രമേ ട്രീറ്റ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ദസ് ഇൻകം ടാക്സ് വെദർ പെയ്ഡ് ഇൻ ഇന്ത്യ ഓർ ഇൻ എ ഫോറിൻ കൺട്രി ഈസ് നോട്ട് അലൗഡ് ആസ് ഡിഡക്ഷൻ. അതായത് ഈ ടാക്സ് എന്ന് പറയുന്നത് ഇന്ത്യയിൽ തന്നെ കൊടുക്കണമെന്ന് നിർബന്ധമില്ല. എബ്രോഡ് ആണെങ്കിലും അത് ഡിസലൗഡ് എക്സ്പെൻസ് ആണ്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് സാലറി പെയ്ഡ് ആണ്. സാലറീസ് പെയ്ഡ് ടു എൻ എംപ്ലോയി ഔട്ട്സൈഡ് ഇന്ത്യ വിൽ ബി അലൗഡ് ആസ് ഡിഡക്ഷൻ ഓൺലി ഇഫ് ടാക്സ് ഹാസ് ബീൻ ഡിഡക്റ്റഡ് ആൻഡ് പെയ്ഡ് അറ്റ് സോഴ്സ് ഓർ സച്ച് എംപ്ലോയി ഹിംസെൽഫ് പേയ്സ് ദ ടാക്സ്. അതായത് ഔട്ട്സൈഡ് ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്ന ഒരു എംപ്ലോയിക്ക് വേണ്ടിയിട്ട് സാലറി കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് അലൗബിൾ ഡിഡക്ഷൻ ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. അതിനൊരു കണ്ടീഷൻ പറയുന്നുണ്ട്. അലൗബിൾ ഡിഡക്ഷനായിട്ട് നമുക്ക് ട്രീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളതിന് TDS ഡിഡക്റ്റ് ചെയ്തിരിക്കണം, അല്ലെങ്കിൽ എംപ്ലോയി ഹിംസെൽഫ് പേസ് ദ ടാക്സ്, എംപ്ലോയി സ്വയമായിട്ട് അദ്ദേഹത്തിൻ്റെ തൊഴിൽ നികുതി അടച്ചിരിക്കണം. ഈ രണ്ട് കണ്ടീഷൻസ് ഫോളോ ചെയ്യുകയാണെങ്കിൽ എബ്രോഡുള്ള ഒരാൾക്ക് സാലറി കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അലൗബിൾ ഡിഡക്ഷനായിട്ട് ട്രീറ്റ് ചെയ്യാവുന്നതാണ്. However, if the salary payable is exempt in the hands of receiver by virtue of section 10, this disallowance is not applicable. ഇവിടെ ഒരു കണ്ടീഷൻ പറയുന്നുണ്ട്. അതായത് നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു അലൗബിൾ ഡിഡക്ഷൻ ആണെന്നുള്ളത്. ആ അലൗബിൾ ഡിഡക്ഷൻ ഡിസലവൻസ് ആയിട്ട് വരണമെന്നുണ്ടെങ്കിൽ ഒരു കണ്ടീഷൻ ഫോളോ ചെയ്യണം. അതായത് ഇഫ് ദ സാലറി പേയബിൾ ഈസ് എക്സംപ്റ്റ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് ദ റിസീവർ, കിട്ടുന്ന ആൾക്ക് അത് എക്സംഷൻ ആണ് എന്നുണ്ടെങ്കിൽ ആസ് പെർ സെക്ഷൻ 10 പ്രകാരം അത് ഡിസലവബിൾ എക്സ്പെൻസ് ആയിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യും. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് RPF കോൺട്രിബ്യൂഷൻ ആണ്. എൻ എംപ്ലോയേഴ്സ് കോൺട്രിബ്യൂഷൻ ടു പ്രൊവിഡൻറ്റ് ഫണ്ട് ഓർ പെൻഷൻ ഫണ്ട് ഓർ എനി അതർ ഫണ്ട് വിച്ച് ഹാസ് ബീൻ മെയ്ഡ് ഓർ എസ്റ്റാബ്ലിഷ്ഡ് ഫോർ ദ ബെനിഫിറ്റ് ഓഫ് എംപ്ലോയീസ് ഈസ് അലൗഡ് ആസ് ഡിഡക്ഷൻ. അതായത് എംപ്ലോയിയുടെ കോൺട്രിബ്യൂഷൻ നമുക്ക് എടുക്കാനായിട്ട് പറ്റില്ല. എംപ്ലോയറുടെ കോൺട്രിബ്യൂഷൻ ആണ് എന്നുണ്ടെങ്കിൽ അത് പ്രൊവിഡൻറ്റ് ഫണ്ടോ അല്ലെങ്കിൽ പെൻഷൻ ഫണ്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഫണ്ട് ആണെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന എസ്റ്റാബ്ലിഷ്ഡ് ഫോർ ദ ബെനിഫിറ്റ് ഓഫ് എംപ്ലോയീസിൻ്റെ ബെനിഫിറ്റിന് വേണ്ടിയിട്ട് ഉള്ള ഒരു ഫണ്ടിലാണ് ഇൻവെസ്റ്റ് ചെയ്തത് എന്നുണ്ടെങ്കിൽ എംപ്ലോയറുടെ പ്രൊപ്പോർഷൻ നമുക്ക് എന്തായിട്ട് എടുക്കാം? ഡിഡക്ഷനായിട്ട് എടുക്കാം. ഇറ്റ് ഈസ് അലൗഡ് ആസ് ഡിഡക്ഷൻ ഇഫ് ഹി ഹാസ് മെയ്ഡ് സഫിഷ്യൻറ്റ് അറേഞ്ച്മെൻറ്റ് ടു ഡിഡക്റ്റ് ടാക്സ് അറ്റ് സോഴ്സ് വെനെവർ സച്ച് ബെനിഫിറ്റ് ആർ ഗിവൺ ടു ദ എംപ്ലോയി വിച്ച് ആർ ടാക്സബിൾ അണ്ടർ ദ ഹെഡ് സാലറീസ്. അതായത് നമ്മുടെ സാലറി കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ലംസം എമൗണ്ട് എംപ്ലോയിക്ക് കൊടുക്കുന്ന സമയത്ത് എംപ്ലോയർ TDS ഡിഡക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ സന്ദർഭത്തിൽ എംപ്ലോയർ അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് അലൗബിൾ ഡിഡക്ഷനായിട്ട് നമുക്ക് ട്രീറ്റ് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് വെൽത്ത് ടാക്സ് ആണ്. ഭൂനികുതി എന്ന് പറയും. Any wealth tax paid in India as per Wealth Tax Act 1957 or under any similar law in a foreign country is not allowed as deduction. അതായത് വെൽത്ത് ടാക്സ് എന്ന് പറയുന്നത് ഡിസലൗഡ് എക്സ്പെൻസ് ആയിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യും. എപ്പോഴാണ് ഡിസലൗഡ് എക്സ്പെൻസ് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നത്? അതായത് വെൽത്ത് ടാക്സ് ആക്ട് 1957 ഫോളോ ചെയ്യുകയാണെങ്കിൽ ഓർ അണ്ടർ എനി സിമിലർ ലോ ഇൻ എ ഫോറിൻ കൺട്രി, അതായത് ഫോറിൻ കൺട്രിയിലോ അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള ഏതെങ്കിലും ഒരു ലോ ഫോളോ ചെയ്യുന്നത് ഒരു
വെൽത്തിൻ്റെ ടാക്സ് അടച്ചിട്ടുണ്ടെങ്കിൽ അത് ഡിസലൗഡ് എക്സ്പെൻസ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് പേയ്മെൻറ്റ് ടു റെസിഡൻസ് വിത്തൗട്ട് TDS. നമ്മൾ റെസിഡൻഷ്യൽ കാറ്റഗറി പഠിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇൻകം ടാക്സ് പേയ്മെൻറ്റ് കൊടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ എനി റെമ്യൂണറേഷൻ ഓർ റിവാർഡ് കൊടുക്കുന്ന സമയത്ത് ടാക്സ് ഡിഡക്റ്റ് ചെയ്തതിന് ശേഷം മാത്രമേ കൊടുക്കാനായിട്ട് പാടുള്ളൂ. ഇവിടെ നമ്മളോട് പറയുന്നത് പേയ്മെൻറ്റ് ടു റെസിഡൻസ് വിത്തൗട്ട് TDS അടയ്ക്കാതെയാണ് റെസിഡൻസിന് പേയ്മെൻറ്റ് കൊടുത്തിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ, ഇഫ് ദ ഫോളോയിങ് കണ്ടീഷൻസ് ആർ സാറ്റിസ്ഫൈഡ് ദ കൺസേൺഡ് എക്സ്പെൻഡിച്ചർ ഈസ് നോട്ട് ഡിഡക്റ്റബിൾ വിത്ത് എഫക്റ്റ് ഫ്രം 2010-11. 2010-2011 അസസ്മെൻറ്റ് ഇയർ തുടങ്ങിയിട്ട് അത് ഡിസലൗഡ് എക്സ്പെൻസ് ആയിട്ട് മാത്രമേ ട്രീറ്റ് ചെയ്യുള്ളൂ. അതായത് പേയ്മെൻറ്റ് ടു റെസിഡൻസ് വിത്തൗട്ട് TDS ആണെങ്കിൽ അത് ഡിസലൗഡ് എക്സ്പെൻസ് ആണ്. ഡിസലൗഡ് എക്സ്പെൻസ് ആയിട്ട് ട്രീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴെ പറയുന്ന കണ്ടീഷൻസ് ഫോളോ ചെയ്തിരിക്കണം. എന്തൊക്കെയാണ് അതിൻ്റെ കണ്ടീഷൻസ് എന്ന് പറയുന്നത്? ഫസ്റ്റ് വൺ, പേയ്മെൻറ്റ് ഷുഡ് ബി ഫോർ ദ ഫോളോയിങ് എക്സ്പെൻസസ്. ടൈപ്പ് ഓഫ് എക്സ്പെൻഡിച്ചർ കവേർഡ് ബൈ TDS പ്രൊവിഷൻസ് ആക്ട്. അതായത് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് TDS പ്രൊവിഷന് ഫോളോ ചെയ്യുന്നതായിരിക്കണം. ഇൻട്രസ്റ്റ് ആണ് എന്നുണ്ടെങ്കിൽ സെക്ഷൻ 193 ഓർ 194A, കമ്മീഷൻ അല്ലെങ്കിൽ ബ്രോക്കറേജ് ആണെന്നുണ്ടെങ്കിൽ 194A ആണ് വരുന്നത്. ഫീസ് ആണെങ്കിൽ 194H വരുന്നുണ്ട്. അതായത് ടെക്നിക്കൽ സർവീസിനുള്ള ഫീസ് ആണെങ്കിൽ 194H ആണ് വരുന്നത്. ഫീസ് ഫോർ പ്രൊഫഷണൽ സർവീസ് ആണെങ്കിൽ 194J വരുന്നുണ്ട്. അതുപോലെ തന്നെ പേയ്മെൻറ്റ് ടു കോൺട്രാക്ടേഴ്സ് ഓർ സബ് കോൺട്രാക്ടേഴ്സ് ആണെങ്കിൽ 194C ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ടൈപ്പ് ഓഫ് എക്സ്പെൻഡിച്ചർ കവേർഡ് ബൈ TDS എന്ന് പറയുന്ന പ്രൊവിഷൻസ് എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് ആണെങ്കിൽ 193, കമ്മീഷൻ അല്ലെങ്കിൽ ബ്രോക്കറേജ് ആണെങ്കിൽ 194A, ടെക്നിക്കൽ സർവീസിനുള്ള ഫീസ് ആണെങ്കിൽ 194H, ഇനി പ്രൊഫഷണൽ സർവീസിനുള്ള ഫീസ് ആണെങ്കിൽ 194J, ഇനി പേയ്മെൻറ്റ് ടു കോൺട്രാക്ടേഴ്സ് ഓർ സബ് കോൺട്രാക്ടേഴ്സ് ആണെങ്കിൽ 194C നമുക്ക് യൂഷ്വലായിട്ട് വരുന്ന ക്ലോസുകൾ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നമ്മൾ TDS ഡിഡക്റ്റ് ചെയ്യുന്ന ഒരു പ്രൊവിഷൻ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കതിനെ എന്തായിട്ട് പറയാം? ഡിസലൗഡ് എക്സ്പെൻസ് ആയിട്ട് പറയാം. ദി എബവ് പേയ്മെൻറ്റ്സ് ആർ മെയ്ഡ് ടു എ റെസിഡൻറ്റ് ഇൻ ഇന്ത്യ. ആ കൊടുക്കുന്നത് ആർക്കായിരിക്കണം? അദ്ദേഹത്തിൻ്റെ സ്റ്റാറ്റസ് എന്ന് പറയുന്നത് റെസിഡൻ്റ് ആയിരിക്കണം. തേർഡ് വണ്ണിൽ പറയുന്നത് ഇൻ റെസ്പെക്ട് ഓഫ് ദ എബവ് പേയ്മെൻറ്റ് ടാക്സ് ഇറ്റ്സ് ഡിഡക്റ്റബിൾ ബട്ട് ടാക്സ് ഹാസ് നോട്ട് ബീൻ ഡിഡക്റ്റഡ്. അതായത് TDS ഡിഡക്റ്റ് ചെയ്യണമെന്ന് നമ്മൾ തുടക്കത്തിലേ പറഞ്ഞിരുന്നു. ഈ പേയ്മെൻറ്റ്സിനൊക്കെ നമ്മൾ TDS ഡിഡക്റ്റ് ചെയ്തിരിക്കണം. പക്ഷേ ടാക്സ് ഹാസ് നോട്ട് ബീൻ ഡിഡക്റ്റഡ്, അതായത് TDS എന്ന് പറയുന്നത് ടാക്സ് ഡിഡക്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. പക്ഷേ പേയ്മെൻറ്റിൽ നിന്ന് എത്ര രൂപ ടാക്സ് വരുന്നുണ്ടോ ആ എമൗണ്ട് ആണ് നമ്മൾ ഡിഡക്റ്റ് ചെയ്യേണ്ടത്. B എന്ന് പറയുന്നത് ടാക്സ് ഹാസ് ബീൻ ഡിഡക്റ്റഡ് ബട്ട് ആഫ്റ്റർ ഡിഡക്ഷൻ ഇറ്റ് ഹാസ് നോട്ട് ബീൻ പെയ്ഡ് ടു ദ ഗവൺമെൻറ് ഇൻ ദ പ്രീവിയസ് ഇയർ. അതായത് ടാക്സ് TDSൽ ഡിഡക്റ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷെ അത് ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കേണ്ട ഒരു ചുമതല അവർ ചെയ്തിട്ടില്ല. അതായത് ആ പ്രീവിയസ് ഇയറിൽ തന്നെ ഡിഡക്റ്റ് ചെയ്ത എമൗണ്ട് ഗവൺമെൻറ്റിലേക്ക് സബ്മിറ്റ് ചെയ്തിട്ടില്ല. or in a subsequent year before the expiry of time given. അതായത് പറഞ്ഞ സമയത്തിനുള്ളിൽ അത് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്കത് ഡിസലൗഡ് എക്സ്പെൻസ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഫോർത്ത് വൺ, ഇഫ് ടാക്സ് ഇസ് ഡിഡക്റ്റഡ് ഓർ പെയ്ഡ് സബ്സിക്വൻ്റ്ലി ദെൻ ഡിഡക്ഷൻ ഈസ് അവൈലബിൾ ഇൻ സം കേസസ്. അതായത് TDS ഡിഡക്റ്റ് ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ അത് ഗവൺമെൻറ്റിലേക്ക് അടച്ചിട്ടുണ്ട്, പെയ്ഡ് സബ്സിക്വൻ്റ്ലി, ദെൻ ഡിഡക്ഷൻ ഈസ് അവൈലബിൾ ഇൻ സെയിം കേസസ്. അതായത് ഡിഡക്ഷൻ എന്ന് പറയുന്നത് അത് അലൗബിൾ ഡിഡക്ഷനായിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യും. അപ്പോൾ TDS പിടിച്ചിട്ടുള്ള എക്സ്പെൻസ് മാത്രമേ നമുക്ക് കൺസിഡർ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പം നമ്മൾ 4 കാറ്റഗറിയാണ് നമ്മളിവിടെ പറഞ്ഞിട്ടുള്ളത്. അതായത് പേയ്മെൻറ്റ് ടു റെസിഡൻസ് വിത്തൗട്ട് TDS ആണെന്നുണ്ടെങ്കിൽ നമ്മൾ 4 കണ്ടീഷൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ 4 കണ്ടീഷൻസ് ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്കതിനെ എന്തായിട്ട് പറയാം? അതായത് ഡിസലൗഡ് എക്സ്പെൻഡിച്ചർ ആയിട്ട് നമുക്ക് പറയാവുന്നതാണ്. ഇനി 9th വൺ എന്ന് പറയുന്നത് എക്സ്പെൻഡിച്ചർ ഓർ പേയ്മെൻറ്റ്സ് നോട്ട് ഡിഡക്റ്റബിൾ ഇൻ സർട്ടൈൻ സർക്കംസ്റ്റാൻസസ്. അതായത് എക്സ്പെൻഡിച്ചർ അല്ലെങ്കിൽ പേയ്മെൻറ്റ് എന്ന് പറയുന്നത് നോട്ട് ഡിസലൗഡ് എക്സ്പെൻസ് ആയിട്ടാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. അതിന് സർട്ടൈൻ സർക്കംസ്റ്റാൻസസ് അല്ലെങ്കിൽ സിറ്റുവേഷൻസ് എന്ന് പറയുന്നത് പറയുന്നുണ്ട്. ഏതൊക്കെയാണ് ഈ സിറ്റുവേഷൻസ് എന്ന് പറയുന്നത്?
സെക്ഷൻ 40A പറയുന്നത് പേയ്മെൻറ്റ് മെയ്ഡ് ടു സെർട്ടൻ സ്പെസിഫൈഡ് പേഴ്സൺസ്. സെക്ഷൻ 40A സബ്സെക്ഷൻ 2B ആണ് പറയുന്നത് പേയ്മെൻറ്റ് മെയ്ഡ് ടു സെർട്ടൻ സ്പെസിഫൈഡ് പേഴ്സൺസ്. സ്പെസിഫൈഡ് ആയിട്ടുള്ള സെർട്ടൻ പേഴ്സൺസ് എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ ആയിരിക്കാം, ഡയറക്ടേഴ്സ് ഓഫ് ദ കമ്പനി ആയിരിക്കാം, അല്ലെങ്കിൽ ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലിയിലെ മെമ്പേഴ്സ് ആയിരിക്കാം. അവർക്ക് കൊടുത്തിട്ടുള്ള പേയ്മെൻ്റ് ആണ് എന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്തായിട്ട് ട്രീറ്റ് ചെയ്യാനായിട്ട് പോകുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അതായത് ഇഫ് ദ SSC ഹാസ് മെയ്ഡ് എ പേയ്മെൻറ്റ് ഇൻ റെസ്പെക്ട് ഓഫ് എനി എക്സ്പെൻഡിച്ചർ ടു ദ ഫോളോയിങ് പേഴ്സൺസ് ആൻഡ് ഇഫ് ദ ITO റിഗാർഡ്സ് സച്ച് പേയ്മെൻറ്റ്സ് to be in excess of or unreasonable, deduction for the portion treated as unreasonable may not be allowed. അതായത് SSC എന്ന് പറയുന്നത് ഹാസ് മെയ്ഡ് എ പേയ്മെൻറ്റ് നടത്തിയിട്ടുണ്ട്. ആ പേയ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു എക്സ്പെൻഡിച്ചർ പേയ്മെൻ്റ് ആണ് അവിടെ നടത്തിയിട്ടുള്ളത്. പക്ഷെ അതിൻ്റെ ITO നമ്മുടെ ഇൻകം ടാക്സ് ഓഫീസർ ആ പേയ്മെൻറ്റ് എന്ന് പറയുന്നത് പേയ്മെൻറ്റ്സ് ടു ബി ഇൻ എക്സസ് അധികമാണെന്ന് പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ അത് അൺറീസണബിൾ ആയിട്ട് ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ ഡിഡക്ഷൻ ഫോർ ദ പോർഷൻ ട്രീറ്റഡ് ആസ് അൺറീസണബിൾ മെ നോട്ട് ബി അലൗഡ്. അതിൽ ITO ഓഫീസർ അതായത് ഇൻകം ടാക്സ് ഓഫീസർ അത് അൺറീസണബിൾ പ്രൊപ്പോർഷനായിട്ട് ട്രീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ എമൗണ്ട് നമുക്ക് ടാക്സബിളായിട്ട് കണക്കാക്കാനായിട്ട് സാധിക്കില്ല. നെക്സ്റ്റ് വൺ പറയുന്നത് ഡിഡക്ഷൻ ഫോർ ദ പോർഷൻ ട്രീറ്റഡ് ആസ് അൺറീസണബിൾ മെ നോട്ട് ബി അലൗഡ്. ദ പേഴ്സൺസ് ആർ എനി റിലേറ്റീവ് ഇൻ കേസ് ഓഫ് ഇൻഡിവിജ്വലിൻ്റെ കേസിലാണെങ്കിൽ ഒരു റിലേറ്റീവ് ആയിരിക്കണം, അല്ലെങ്കിൽ കമ്പനി ആണെങ്കിൽ ഡയറക്ടർ ആയിരിക്കണം, ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി ആണെങ്കിൽ എനി മെമ്പർ ഓഫ് ദ ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി. ഈ കേസിലാണ് നമ്മൾ സെക്ഷൻ 40A സബ്സെക്ഷൻ 2B എന്ന് പറയുന്നത് ഫോളോ ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് സെക്ഷൻ 40A സബ്സെക്ഷൻ 3 ആണ്. പേയ്മെൻറ്റ് ഇൻ എക്സസ് ഓഫ് ₹20,000. 20,000-നേക്കാൾ മേലെയായിട്ട് നമ്മൾ എന്തെങ്കിലും പേയ്മെൻറ്റ് നടത്തിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇൻകം ഫ്രം ബിസിനസ് കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണ് എടുക്കേണ്ടത് എന്നുള്ളതാണ് സെക്ഷൻ 40A സബ്സെക്ഷൻ 3 പറയുന്നത്. Where the SSC incurs any expenditure in respect of which a payment or aggregate of payments made to a certain person in a day, otherwise than by a crossed check or crossed demand draft exceeds ₹20,000, no deduction shall be allowed in respect of such expenditure. 20,000-ന് മേലെ നമ്മൾ പേയ്മെൻറ്റ് നടത്തുന്നുണ്ടെങ്കിൽ ക്യാഷായിട്ട് അത് നടത്താനായിട്ട് പാടില്ല. ഇറ്റ് ഇൻകേഴ്സ് എൻ എക്സ്പെൻഡിച്ചർ ഇൻ റെസ്പെക്ട് ഓഫ് വിച്ച് എ പേയ്മെൻറ്റ് ഓർ അഗ്രിഗേറ്റ് ഓഫ് പേയ്മെൻറ്റ്സ് മെയ്ഡ് ടു എ പേഴ്സൺ ഇൻ എ ഡേ. ഏതെങ്കിലും ഒരാൾക്ക് നമ്മൾ ഈ പേയ്മെൻറ്റ് നടത്തി ഒരു ദിവസത്തിൽ തന്നെ നടത്തിയിട്ടുണ്ടെങ്കിൽ, ഒന്നിൽ കൂടുതൽ പ്രാവശ്യം നടത്തിയിട്ടുണ്ടെങ്കിൽ, payment or aggregate of payment made to a person in a day, otherwise then by a crossed check. എങ്ങനെ കൊടുക്കാനായിട്ട് പാടില്ല? ക്യാഷായിട്ട് കൊടുക്കാൻ പറ്റില്ല. അതായത് കൊടുക്കേണ്ടത് എങ്ങനെ കൊടുക്കണം? ക്രോസ്ഡ് ചെക്ക് ആയിരിക്കണം, അല്ലെങ്കിൽ ക്രോസ്ഡ് ഡിമാൻഡ് ഡ്രാഫ്റ്റ് ആയിരിക്കണം. അതുമല്ല 20,000-നേക്കാൾ കൂടണം. അതായത് എക്സീഡ്സ് ₹20,000. 20,000 വരെ നമുക്ക് ക്യാഷായിട്ട് കൊടുക്കുന്നതുകൊണ്ട് വിരോധമില്ല. നോ ഡിഡക്ഷൻ ഷാൽ ബി അലൗഡ് ഇൻ റെസ്പെക്ട് ഓഫ് സച്ച് എക്സ്പെൻഡിച്ചർ. അങ്ങനെ 20,000-ന് മേലെ ക്യാഷ് ഈക്വലൻ്റ് ആയിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഡിസലൗഡ് എക്സ്പെൻസ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. If an expenditure was allowed on accrual basis for any year and subsequently during any previous year, the SSC makes payment in respect thereof. അതായത് ഇഫ് എൻ എക്സ്പെൻഡിച്ചർ വാസ് അലൗഡ് ആൻ അക്രൂവൽ ബേസിസ്. നമ്മളുടെ സിസ്റ്റം എന്ന് പറയുന്നത് ഒരു അക്രൂവൽ ബേസിസ് ആണ്. എന്താണ് ഈ അക്രൂവൽ ബേസിസ് എന്ന് പറയുന്നത്? നമുക്ക് ഔട്ട്സ്റ്റാൻഡിങ് അല്ലെങ്കിൽ അഡ്വാൻസും കൂടിയും അഡ്ജസ്റ്റ് ചെയ്തെടുക്കുന്ന മെത്തേഡിനെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്? അക്രൂവൽ ബേസിസ് എന്ന് പറയുന്നത്. ഫോർ എനി ഇയർ ആൻഡ് സബ്സിക്വൻ്റ്ലി ഡ്യൂറിങ് എനി പ്രീവിയസ് ഇയർ. ഈ വർഷം അല്ലെങ്കിൽ തൊട്ട് മുമ്പുള്ള വർഷവും നമ്മൾ അക്രൂവൽ ബേസിസിലാണ് അക്കൗണ്ട്സ് കീപ്പ് ചെയ്തിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ the SSC makes payment in respect thereof, otherwise than by an account payee check or account payee bank draft. The payments made to a person in a day exceeds ₹20,000. 20,000-ന് മേലെയായിട്ട് നമ്മൾ പേയ്മെൻറ്റ് നടത്തിയിട്ടുണ്ടെങ്കിൽ അതൊന്നില്ലെങ്കിൽ ക്രോസ്ഡ് ചെക്കോ അല്ലെങ്കിൽ ക്രോസ്ഡ് ഡിമാൻഡ് ഡ്രാഫ്റ്റ് ആയിട്ടോ ആയിരിക്കണം കൊടുത്തിട്ടുണ്ടായിരിക്കുക. അത് 20,000-ന് താഴെയാണെങ്കിൽ പ്രോബ്ലം ഇല്ല. 20,000-ന് മേലെയാണെങ്കിൽ മാത്രമാണ് ഈ റൂള്
നിർബന്ധമായിട്ട് വരുന്നത്. Then 100% of the amount paid is not allowable as deduction. അപ്പോൾ 20,000-നേക്കാൾ നമുക്ക് മേലെയാണ് പേയ്മെൻ്റ് എന്നുണ്ടെങ്കിൽ നമ്മൾ ചെക്കോ അല്ലെങ്കിൽ ഡിമാൻഡ് ഡ്രാഫ്റ്റോ കൊടുത്തിട്ടുണ്ടായിരിക്കണം. അതുപോലെ തന്നെ അങ്ങനെ വരുമ്പോൾ 100% ഓഫ് ദ എമൗണ്ട് പെയ്ഡ് ഈസ് നോട്ട് അലൗബിൾ, അതായത് 100% ഡിസലൗബിൾ എക്സ്പെൻസ് ആയിട്ടാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. ഫോർ ദ പേയ്മെൻറ്റ് ഓഫ് ഫ്രൈറ്റ് ദ ലിമിറ്റ് ഈസ് ₹35,000. അതായത് 1/10/2009 മുതൽ ഫ്രൈറ്റിനുള്ള മാക്സിമം എമൗണ്ട് എന്ന് പറയുന്നത് 20,000 അല്ല 35,000 ആണ്. ഓക്കെ, നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് as per the rule 6DD however prescribes the circumstances whenever cash payment would be allowed in full. അതായത് when payment is made to government in legal tender like a sales tax, excise duty, etc. അതായത് പേയ്മെൻറ്റ് കൊടുത്തിട്ടുള്ളത് ഗവൺമെൻറ്റിനാണ്, അതൊരു ലീഗൽ ടെൻഡർ പ്രകാരമാണ് അത് കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് അലൗബിൾ എക്സ്പെൻസ് ആയിട്ട് മാറ്റാവുന്നതാണ്. ഇവിടെ എക്സാമ്പിൾ തന്നിട്ടുണ്ട്, സെയിൽസ് ടാക്സ്, എക്സൈസ് ഡ്യൂട്ടി, എക്സെട്ര. ഇനി സെക്കൻഡ് വൺ എന്ന് പറയുന്നത് വെയർ പേയ്മെൻറ്റ് ഈസ് മെയ്ഡ് ഇൻ എ വില്ലേജ് ഓർ എ ടൗൺ വെയർ നോ ബാങ്കിങ് ഫെസിലിറ്റീസ് അവൈലബിൾ ആൻഡ് എ പേഴ്സൺ ടു ഹോം സച്ച് എ പേയ്മെൻറ്റ് ഈസ് മെയ്ഡ് റിസൈഡ്സ് ഇൻ സച്ച് വില്ലേജ്. അതായത് വില്ലേജിലോ ടൗണിലോ താമസിക്കുകയാണ്, അവിടെ ബാങ്കിങ് ഫെസിലിറ്റീസ് അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ ആ പേഴ്സൺസിന് 20,000 എബവ് നമുക്ക് പേയ്മെൻറ്റ് ക്യാഷായിട്ട് അല്ലെങ്കിൽ ചെക്കായിട്ട് ട്രീറ്റ് ചെയ്യാവുന്നതാണ്. അല്ലാത്ത പക്ഷം നമ്മളത് എന്തായിട്ട് കൊടുക്കണം, ഡിമാൻഡ് ഡ്രാഫ്റ്റോ അല്ലെങ്കിൽ നമ്മളുടെ ക്രോസ്ഡ് ചെക്കായിട്ടോ വേണം നമ്മളത് കൊടുക്കാനായിട്ട്. പേയ്മെൻറ്റ് റിക്വയർഡ് ടു ബി മെയ്ഡ് ഓൺ എ ഡേ വിച്ച് ബാങ്ക് ഈസ് ക്ലോസ്ഡ് ബിക്കോസ് ഓഫ് ഹോളിഡേ ഓർ സ്ട്രൈക്ക്. ഇനി എന്തെങ്കിലും അവധി കാരണമോ അല്ലെങ്കിൽ ഒരു സ്ട്രൈക്ക് മൂലമോ നമ്മൾ ബാങ്ക് ക്ലോസ് ചെയ്തിട്ടുണ്ട് വിചാരിക്കുക, അങ്ങനെയുള്ള കേസിലും 20,000 എബവ് നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് പ്രൊവിഷൻ ഫോർ ഗ്രാറ്റുവിറ്റി ആണ്. പ്രൊവിഷൻ ഫോർ ഗ്രാറ്റുവിറ്റി എന്ന് പറയുന്നത് സെക്ഷൻ 40A സബ്സെക്ഷൻ 7 ആണ്. എനി റിസർവ് ഓർ പ്രൊവിഷൻ മെയ്ഡ് ഫോർ ഗ്രാറ്റുവിറ്റി ഈസ് നോട്ട് അലൗഡ് ആസ് ഡിഡക്ഷൻ. അതായത് നമുക്ക് ഡിസലൗഡ് എക്സ്പെൻസ് ആയിട്ട് മാത്രമേ സെക്ഷൻ 40A സബ്സെക്ഷൻ 7 പ്രകാരം പ്രൊവിഷൻ ഫോർ ദ ഗ്രാറ്റുവിറ്റി നമുക്ക് ട്രീറ്റ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. unless it is a contribution paid to an approved gratuity fund or actual payment of a gratuity in a previous year. അതായത് നമ്മൾ പ്രീവിയസ് ഇയറിൽ കൊടുത്തിട്ടുള്ള ഗ്രാറ്റുവിറ്റി എന്ന് പറയുന്നത് അതൊരു അപ്രൂവ്ഡ് ഗ്രാറ്റുവിറ്റി ഫണ്ടിലാക്കുകയാണെങ്കിൽ നമുക്ക് അത് അലൗഡ് ഡിഡക്ഷൻ ആയിട്ട് എടുക്കാം, അല്ലാത്ത പക്ഷം അത് ഡിസലൗഡ് എക്സ്പെൻസ് ആണ്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് കോൺട്രിബ്യൂഷൻ ടു വെൽഫെയർ ഫണ്ടാണ്. അതായത് ഗ്രാറ്റുവിറ്റിയോ അല്ലെങ്കിൽ പ്രൊവിഡൻറ്റ് ഫണ്ടോ അല്ലാത്ത ഒരു സ്കീമിനെയാണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത് വെൽഫെയർ ഫണ്ടായിട്ട് ട്രീറ്റ് ചെയ്യുന്നത്. No deduction shall be allowed in respect of any sum paid by the SSC or the employer towards setting up or formation of a fund, trust, company, association of person, body of individuals or society for welfare purpose of employees unless it is RPF or family pension fund or gratuity fund. ഇവിടെ പറയുന്നത് നോ ഡിഡക്ഷൻ ഷാൽ ബി അലൗഡ്, അതായത് ഡിസലൗഡ് എക്സ്പെൻസ് ആയിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യും. എങ്ങനെയാണെങ്കിൽ എനി സം പെയ്ഡ് ബൈ ദ SSC, അതായത് എംപ്ലോയർ എന്ന് പറയുന്ന SSC മുഴുവനായിട്ട് ഈ എമൗണ്ട് കൊടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ടുവേർഡ്സ് സെറ്റിംഗ് അപ്പ് ഓർ ഫോർമേഷൻ ഓഫ് എ ഫണ്ട് രൂപീകരിക്കുമ്പോൾ അതിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് മൊത്തമായിട്ട് എംപ്ലോയർ എന്ന് പറയുന്ന SSC ആണ് കൊടുത്തിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ അത് ട്രസ്റ്റ്, കമ്പനി, അസോസിയേഷൻ ഓഫ് പേഴ്സൺ അല്ലെങ്കിൽ ബോഡി ഓഫ് ഇൻഡിവിജ്വൽസ് ഓർ സൊസൈറ്റി ആയിരിക്കാം ഫോർ ദ വെൽഫെയർ ഓഫ് ദ എംപ്ലോയീസിൻ്റെ വെൽഫെയറിന് വേണ്ടിയിട്ടാണ് ഈ ഫണ്ട് ഉണ്ടാക്കിയിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ അൺലെസ് ഇറ്റ് ഈസ് എ RPF ഓർ ഫാമിലി പെൻഷൻ ഫണ്ട് ഓർ ഗ്രാറ്റുവിറ്റി ഫണ്ട്, അതായത് ഈ ഫണ്ടുകൾ RPF അല്ലെങ്കിൽ ഫാമിലി പെൻഷൻ ഫണ്ടോ അത് അല്ലെങ്കിൽ ഗ്രാറ്റുവിറ്റി ഫണ്ടോ ആവാൻ പാടില്ല. ഇങ്ങനെയുള്ള കേസിൽ നമുക്ക് അതിനെ എന്തായിട്ട് ട്രീറ്റ് ചെയ്യാം, അലൗബിൾ എക്സ്പെൻസ് ആയിട്ട് ട്രീറ്റ് ചെയ്യാം അല്ലെങ്കിൽ ഡിസലൗഡ് എക്സ്പെൻസ് ആയിട്ട് ട്രീറ്റ് ചെയ്യണം. However, if the ITO is satisfied that the amount is actually spent bona fide expenditure for welfare purpose of employees, then the same may be allowed as a deduction. അതായത് നമ്മുടെ ഇൻകം ടാക്സ് ഓഫീസർ അത് സാറ്റിസ്ഫൈ ചെയ്യുകയാണ്,
അല്ലെങ്കിൽ ആ ബോണഫൈഡ് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് SSCക്ക് പ്രൂവ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്, അത് ആക്ച്വലി സ്പെൻഡ് എമൗണ്ട് ആണെന്നുള്ളത് പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ എംപ്ലോയീസിൻ്റെ വെൽഫെയറിന് വേണ്ടിയിട്ടാണ് ആ സ്കീം പ്രൊവൈഡ് ചെയ്തിട്ടുള്ളതെന്ന് പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കുകയാണെങ്കിൽ ദെൻ ദ സെയിം മേ ബി അലൗഡ് ആസ് എ ഡിഡക്ഷൻ. അങ്ങനത്തെ കേസിൽ മാത്രം അത് അലൗഡ് എക്സ്പെൻസ് ആയിട്ട് ട്രീറ്റ് ചെയ്യും, അല്ലാത്ത പക്ഷം അത് ഡിസലൗഡ് എക്സ്പെൻസ് ആണ്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് 10ാമത്തെ പോയിന്റാണ് നമ്മൾ പറയുന്നത്. സെക്ഷൻ 43B എന്ന് പറയുന്നത് ഡിഡക്ഷൻ ഓൺ പേയ്മെൻറ്റ് ബേസിസ്. ഡിഡക്ഷൻ ഓൺ പേയ്മെൻറ്റ് ബേസിസ് എന്ന് പറയുന്നത് certain expenses which are otherwise deductible shall be disallowed unless payment is made within the stipulated time limit and the evidence for payment of such tax is furnished along the return of income. ഇവിടെ കണ്ടീഷൻ പറയുന്നത് ഡിസലൗഡ് എക്സ്പെൻസ് ആയിട്ടാണ് നമ്മൾ ഈ ഡിഡക്ഷൻ ഓൺ പേയ്മെൻറ്റ് ഓഫ് ബേസിസ് നമ്മൾ ചെയ്യുന്നത്. അതായത് നമ്മൾ TDS ഡിഡക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഡിസലൗഡ് എക്സ്പെൻസ് ആയിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യും. പക്ഷേ ഇവിടെ ഒരു എസ്കേപ്പ് ചെയ്യാൻ പറ്റാവുന്ന ഒരു ലൂപ്പ് ഹോൾ പറയുന്നുണ്ട്. certain expense which are otherwise deductible shall be disallowed unless payment is made within the stipulated time. അതായത് സ്റ്റിപ്പുലേറ്റഡ് ടൈമിനുള്ളിൽ കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ഡിസലൗഡ് എക്സ്പെൻസ് ആയിരിക്കും. അൺലെസ് പേയ്മെൻറ്റ് ഈസ് മെയ്ഡ് വിത്തിൻ ദ സ്റ്റിപ്പുലേറ്റഡ് ടൈം, അതിനുള്ളിൽ കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഡിസലൗഡ് എക്സ്പെൻസ് ആണ്. അതുപോലെ തന്നെ ദ എവിഡൻസ് ഫോർ പേയ്മെൻറ്റ് ഓഫ് സച്ച് ടാക്സ് ഈസ് ഫർണിഷ്ഡ് അലോങ് വിത്ത് ദ റിട്ടേൺ ഓഫ് ഇൻകം. ആ പേയ്മെൻറ്റ് കൊടുത്തു എന്നുള്ള എവിഡൻസ് നമ്മൾ എവിടെ കാണിക്കണം? നമ്മുടെ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ അതിൽ കാണിക്കേണ്ടതാണ്. The nature of such expenses and the time stipulated for the payment are as follows. ഇനി നമ്മുടെ ഞാൻ നേരത്തെ പറഞ്ഞു സ്റ്റിപ്പുലേറ്റഡ് ടൈമിനുള്ളിൽ ആ പേയ്മെൻറ്റ് നമ്മൾ ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കേണ്ട ഒരു എമൗണ്ടാണ്. അതായത് TDS ഡിഡക്റ്റ് ചെയ്തിട്ടുള്ളത് സ്റ്റിപ്പുലേറ്റഡ് ടൈം ലിമിറ്റിനുള്ളിൽ നമ്മളത് അടച്ചിരിക്കണം. അങ്ങനെ പറയുന്നത് ദ നേച്ചർ ഓഫ് സച്ച് എക്സ്പെൻസ് ആൻഡ് ദ ടൈം സ്റ്റിപ്പുലേറ്റഡ് ഫോർ ദ പേയ്മെൻറ്റ് ആർ ആസ് ഫോളോസ്. ആ നേച്ചർ എന്താണ് പറയുന്നത്? എനി സം പേയബിൾ ബൈ ദ SSC ബൈ വേ ഓഫ് ടാക്സ് ആയിരിക്കാം, ഡ്യൂട്ടി ആയിരിക്കാം, സെസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഫീസ് ആയിരിക്കാം. സെക്കൻഡ് കേസിൽ പറയുന്നത് ബോണസോ കമ്മീഷനോ ആവാം. അത് എംപ്ലോയീസിനുള്ള ബോണസോ കമ്മീഷനോ ആണെങ്കിൽ നമുക്ക് ഈ സെയിം കണ്ടീഷനിൽ ട്രീറ്റ് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് ഓൺ ലോൺ ഫ്രം എനി പബ്ലിക് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓർ എ സ്റ്റേറ്റ് ഫിനാൻഷ്യൽ കോർപ്പറേഷൻ ഓർ എ സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഇൻവെസ്റ്റ്മെൻറ്റ് കോർപ്പറേറ്റ്. അതായത് നമ്മൾ ലോൺ എടുത്തിട്ടുള്ളത് പബ്ലിക് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനിലോ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഫിനാൻഷ്യൽ കോർപ്പറേഷനോ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഇൻവെസ്റ്റ്മെൻറ്റ് കോർപ്പറേഷനോ ആണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ പലിശയുടെ വിഹിതം നമുക്ക് എന്തായിട്ട് ട്രീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും? ഈ ഡിഡക്ഷൻ ഓൺ പേയ്മെൻറ്റ് ബേസിസ് എന്ന് പറയുന്ന കാറ്റഗറിയിലേക്ക് കൺക്ലൂഡ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ പറയുന്നത് സർട്ടൻ എക്സ്പെൻസ് എന്ന് പറയുന്നത് നമ്മൾ ഡിഡക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ സ്റ്റിപ്പുലേറ്റഡ് പീരീഡിനുള്ളിൽ അത് അടച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അലൗബിൾ എക്സ്പെൻസ് ആയിട്ട് പറയാൻ പറ്റൂ, അല്ലാത്ത പക്ഷം നമുക്ക് ഡിസലൗഡ് എക്സ്പെൻസ് ആയിട്ടാണ് പറയുന്നത്. ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് ഓൺ ടേം ലോൺ ഫ്രം എ ഷെഡ്യൂൾഡ് ബാങ്ക്. ലോൺ എടുത്തിട്ടുള്ളത് ഷെഡ്യൂൾഡ് ബാങ്കിൽ നിന്നാണെങ്കിൽ അതിന് വരുന്ന പലിശ നമുക്ക് ഈ സെയിം കാറ്റഗറിയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. ദ ടേം ലോൺ ഓൾസോ ഇൻക്ലൂഡ് ക്യാഷ് ക്രെഡിറ്റ് ഓർ ഓവർ ഡ്രാഫ്റ്റ്. അതായത് ടേം ലോൺ എന്ന് പറയുന്നത് എന്തൊക്കെയാവാം? ക്യാഷ് ക്രെഡിറ്റ് ആവാം, അല്ലെങ്കിൽ ഓവർ ഡ്രാഫ്റ്റ് ആവാം. ക്യാഷ് ക്രെഡിറ്റ് എന്താണെന്നുള്ളതും ഓവർ ഡ്രാഫ്റ്റ് എന്താണെന്നുള്ളതും നിങ്ങൾ അക്കൗണ്ടൻസി പഠിക്കുമ്പോൾ തന്നെ അറിയാവുന്നതാണ്. അപ്പോൾ ഷെഡ്യൂൾഡ് ബാങ്കിലുള്ള ഇതുപോലെയുള്ള ലോൺസ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് നേരത്തെ പറഞ്ഞിട്ടുള്ള ക്ലോസിൽ നമുക്ക് ഡിഡക്ഷനായിട്ട് ട്രീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അടുത്തത് പറയുന്നത് സം ഡ്യൂ ടു എംപ്ലോയി ഇൻ ലീവ് ഓഫ് ലീവ് ബാലൻസ്. നമ്മുടെ എംപ്ലോയീസിന് ഏൺഡ് ലീവ് സറണ്ടർ ചെയ്തിട്ട് അതിൻ്റെ പേയ്മെൻറ്റ് ലംസം എമൗണ്ടായിട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ അതും കൂടി നമ്മൾ ഇവിടെ ഈ കാറ്റഗറിയിൽ ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്.
നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് കോൺട്രിബ്യൂഷൻ പേയബിൾ ബൈ എൻ എംപ്ലോയർ ടു എ പ്രൊവിഡൻറ്റ് ഫണ്ട് ഓർ സൂപ്പർന്യൂഷൻ ഓർ ഗ്രാറ്റുവിറ്റി എംപ്ലോയി വെൽഫെയർ ഫണ്ട്. അതായത് കോൺട്രിബ്യൂഷൻ കൊടുക്കുന്നത് കോൺട്രിബ്യൂഷൻ കൊടുക്കുന്നത് എംപ്ലോയീസിൻ്റെ വെൽഫെയറിന് വേണ്ടിയിട്ട്, അത് ഇനി പ്രൊവിഡൻറ്റ് ഫണ്ട് ആക്ട് ആയിരിക്കാം, അല്ലെങ്കിൽ സൂപ്പർന്യൂഷൻ ഫണ്ട് ആയിരിക്കാം, അല്ലെങ്കിൽ ഗ്രാറ്റുവിറ്റി ഫണ്ട് ആയിരിക്കാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു വെൽഫെയർ ഫണ്ടിലേക്ക് ആണെങ്കിൽ ഷാൽ നോട്ട് ബി അലൗഡ് ആസ് ഡിഡക്ഷൻ. അത് ഒരിക്കലും നമുക്ക് അലൗഡ് എക്സ്പെൻസ് ആയിട്ട് എടുക്കാനായിട്ട് പറ്റില്ല, അത് ഡിസലൗഡ് എക്സ്പെൻസ് ആയിട്ട് എടുക്കണം. ഇവിടെ ഒരു കണ്ടീഷൻ പറയുന്നുണ്ട്, അൺലെസ് ദ പേയ്മെൻറ്റ്സ് ആർ ആക്ച്വലി മെയ്ഡ് വിത്തിൻ ദ ഡ്യൂ ഡേറ്റ് ഫോർ ഫയലിംഗ് ദ റിട്ടേൺ ഓഫ് ഇൻകം അണ്ടർ സെക്ഷൻ 139(1). അതായത് സെക്ഷൻ 139(1)ൽ നമ്മൾ ആ പറഞ്ഞ ഡേറ്റിനുള്ളിൽ, ഡ്യൂ ഡേറ്റിനുള്ളിൽ റിട്ടേണിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ലാത്ത പക്ഷം മാത്രമേ നമുക്ക് അതെന്തായിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ, ഡിസലൗഡ് എക്സ്പെൻസ് ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാത്ത പക്ഷം നമുക്ക് അതെന്തായിട്ട് ട്രീറ്റ് ചെയ്യാം, അലൗഡ് എക്സ്പെൻസ് ആയിട്ട് ട്രീറ്റ് ചെയ്യാവുന്നതാണ്. If the payment is made after the due date for filing the return, പേയ്മെൻറ്റ് കൊടുത്തിട്ടുള്ളത് നമ്മുടെ റിട്ടേൺ ഫയൽ ചെയ്തതിന് ശേഷമാണെങ്കിൽ ഡിഡക്ഷൻ ക്യാൻ ബി ക്ലെയിംഡ് ഓൺലി ഇൻ ദ ഇയർ ഓഫ് ആക്ച്വൽ പേയ്മെൻറ്റ്. ആക്ച്വൽ പേയ്മെൻറ്റ് എന്നാണോ നടത്തിയിട്ടുള്ളത് ആ വർഷം മാത്രമേ നമുക്ക് ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. If sales tax for January to March 2011 is paid on 15th April 2011, then deduction can be claimed in the previous year 2010-11. നേരത്തെ പറഞ്ഞൊരു കണ്ടീഷൻ്റെ എക്സ്പ്ലനേഷനാണ് ഞാൻ പറയുന്നത്. അതായത് സെയിൽസ് ടാക്സ് എന്ന് പറയുന്നത് ജനുവരി തുടങ്ങിയിട്ട് മാർച്ച് 2011, അതായത് മാർച്ച് 2011 നമ്മളുടെ ആ പ്രീവിയസ് ഇയർ എൻഡ് ആവാണ്. അപ്പോൾ ജനുവരി ടു മാർച്ച് 2011 എന്ന് പറയുമ്പോൾ അതിൻ്റെ പ്രീവിയസ് ഇയർ നിൽക്കുന്നത് എന്ന് മുതലാണ്, അതായത് 2010 ഏപ്രിൽ തുടങ്ങിയിട്ടാണ് മാർച്ച് 2011 വരെയാണ് ആ പ്രീവിയസ് ഇയർ നിൽക്കുന്നത്. പക്ഷെ അതിൻ്റെ ടാക്സ് നമ്മൾ ഡിഡക്റ്റ് ചെയ്തിട്ടുള്ളത് നമ്മൾ എന്നാണ് തിരിച്ചടയ്ക്കുന്നത്, ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കുന്നത് 15th April 2011 എന്ന് പറയുമ്പോൾ നെക്സ്റ്റ് ഇയറിലേക്ക് കടന്നു. അങ്ങനെ വരുമ്പോൾ ആ ഡിഡക്ഷൻ ഏത് വർഷം മാത്രമേ നമുക്ക് ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ, എന്നാണോ ആക്ച്വൽ എക്സ്പെൻസ് വന്നിട്ടുള്ളത് ആ വർഷം മാത്രമേ നമുക്ക് ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അതായത് ഏപ്രിൽ 2010 മുതൽ മാർച്ച് 2011 വരെ ആയതുകൊണ്ട് പ്രീവിയസ് ഇയർ എന്ന് പറയുന്നത് 2010-11 ആയിരിക്കും. As the payment is made before due date of filing the return, അതായത് റിട്ടേൺ ഫയൽ ചെയ്യുന്നതിന് മുമ്പായിട്ട് കൊടുക്കുകയാണെങ്കിൽ മാത്രമേ അത് അലൗബിൾ എക്സ്പെൻസ് ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റൂ. അല്ലാത്ത പക്ഷം നമ്മൾ അത് എന്തായിട്ട് ട്രീറ്റ് ചെയ്യണം, ഡിസലൗഡ് എക്സ്പെൻസ് ആയിട്ട് ട്രീറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ എനിക്ക് ഡിഡക്ഷനെ കുറിച്ചിട്ട് പറയാനുള്ളത്. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ഒരു 5 ഡിഡക്ഷനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ബാക്കി നമ്മൾ നേരത്തെ സെക്ഷൻ 37 പറഞ്ഞപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു 30-നും 36-നും ഇടയിലുള്ളത്, പിന്നെ അതുപോലെ തന്നെ 40 വരുന്നതിന് ഇടയിൽ വരുന്നതാണ് സെക്ഷൻ 37 പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 40 എന്ന് പറയുന്നത് നമ്മൾ പിന്നീട് ഡിസ്കസ് ചെയ്യുമെന്നുള്ളത്. അത് ഇന്നത്തെ സെഷനിലാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള നമ്മളുടെ ഡിഡക്ഷൻ എന്ന് പറയുന്നത് അഡ്വർടൈസ്മെൻറ്റ് എക്സ്പെൻഡിച്ചർ പറഞ്ഞിട്ടുണ്ട്. അതൊരു പൊളിറ്റിക്കൽ സോവനീറിൽ കൊടുക്കുകയാണെങ്കിൽ ആ എക്സ്പെൻസ് നമുക്ക് ഡിസലൗഡ് എക്സ്പെൻസ് ആയിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യും. അതുപോലെ തന്നെ എക്സ്പെൻസ് ഫോർ LIC അല്ലെങ്കിൽ PPF ഏജൻസിൻ്റെ കേസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ തന്നെ നമ്മൾ 2-3 കേസുകളാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് എമൗണ്ട് നോട്ട് ഡിഡക്റ്റബിൾ സെക്ഷൻ 41 പറയുന്നുണ്ട്. അതിൽ പറയുന്നത് ഇൻട്രസ്റ്റ്, റോയൽറ്റി, ഫീസ് ഫോർ ടെക്നിക്കൽ സർവീസ് പെയ്ഡ് ഔട്ട്സൈഡ് ഇന്ത്യ പറഞ്ഞു. പിന്നെ ഇൻകം ടാക്സ് ആണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ പറഞ്ഞിട്ടുള്ളത് സാലറീസ് പെയ്ഡ് ഉണ്ട്, RPFൻ്റെ കോൺട്രിബ്യൂഷൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ വെൽത്ത് ടാക്സ് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ പേയ്മെൻറ്റ് ടു റെസിഡൻസ് വിത്തൗട്ട് TDS പിടിക്കാതെ റെസിഡൻസിന് എന്തെങ്കിലും പേയ്മെൻറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ എങ്ങനെയാണ് നമ്മൾ അലൗബിൾ എക്സ്പെൻസ് ആയിട്ടാണോ എടുക്കുക, ഡിസലൗബിൾ എക്സ്പെൻസ് ആയിട്ടാണോ എടുക്കുക, അതിൻ്റെ സെർട്ടൻ കണ്ടീഷൻസും കൂടിയും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് വൺ നമ്മൾ പറഞ്ഞിട്ടുള്ളത് എക്സ്പെൻഡിച്ചർ ഓർ പേയ്മെൻറ്റ് നോട്ട് ഡിഡക്റ്റബിൾ ഇൻ സർട്ടൈൻ സർക്കംസ്റ്റാൻസസ് എന്ന് പറഞ്ഞ് സെക്ഷൻ 40A ഡീറ്റെയിൽഡ് ഡിസ്ക്രിപ്ഷനാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളത്. അതായത് സെക്ഷൻ 40A സബ്സെക്ഷൻ 2B എന്ന് പറയുന്നത്
സർട്ടെയിൻ സ്പെസിഫൈഡ് പേഴ്സൺസിന് കൊടുക്കുന്ന പേയ്മെൻ്റ് ആണ്. അതുപോലെ തന്നെ സെക്ഷൻ 40A സബ്സെക്ഷൻ 3 പറയുന്നത് 20,000-നേക്കാൾ മേലെയായിട്ടുള്ള പേയ്മെൻറ്റ് ക്യാഷ് ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ അത് ഡിസലൗഡ് എക്സ്പെൻസ് ആയിട്ട് ട്രീറ്റ് ചെയ്യുമെന്നുള്ളതും, പിന്നീട് പറയുന്നത് നമ്മുടെ റൂൾ 6DD പ്രകാരം വരുന്ന സെർട്ടൻ കണ്ടീഷൻസ് ആണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അത് ഒരു 3-4 പോയിന്റുകളുണ്ട്. അതുപോലെ തന്നെ സെക്ഷൻ 40A സബ്സെക്ഷൻ 7 നമ്മൾ ഗ്രാറ്റുവിറ്റി ഫണ്ടിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ കോൺട്രിബ്യൂഷൻ ടു വെൽഫെയർ ഫണ്ടിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. ലാസ്റ്റ് ഡിഡക്ഷൻ നമ്മൾ പറഞ്ഞിട്ടുള്ളത് സെക്ഷൻ 43B ആണ്. അതിൽ പേയ്മെൻറ്റ് ബേസിസിലാണ് ഡിഡക്ഷൻ എന്ന് പറയുന്നത്. അതായത് നമുക്ക് പേയ്മെൻറ്റ് കൊടുത്തിട്ടുള്ളത് എന്നാണോ, അതായത് റേഡിയസ് ഡിഡക്റ്റ് ചെയ്തിട്ട് ഗവൺമെൻറ്റിലേക്ക് അടച്ചിട്ടുള്ള ഡ്യൂ ഡേറ്റിൻ്റെ ബേസിസിലുള്ള ഒരു എക്സ്പ്ലനേഷനാണ് സെക്ഷൻ 43B പറയുന്നത്. ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് എല്ലാവരും ഈ തിയറി കേട്ട് കഴിഞ്ഞിട്ട് ലെക്ചർ നോട്ട് ആവശ്യമുള്ളവരൊക്കെ എഴുതിയെടുക്കുക. നിങ്ങളുടെ ബുക്കിൽ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് എല്ലാ പോയിന്റുകളും വന്നിട്ടില്ല. അപ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് എന്താണെങ്കിൽ അത് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലായാൽ മാത്രമേ നമ്മൾക്ക് ഇൻകം ഫ്രം ബിസിനസ് എന്ന് പറയുന്നത് കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് കമ്പ്യൂട്ട് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ കേട്ടിട്ടുള്ള ഭാഗം നിങ്ങൾ വീണ്ടും ആ തിയറി ഒന്നും കൂടിയും വായിച്ചു നോക്കുക. അതുപോലെ തന്നെ ടെക്സ്റ്റിൽ ഇല്ലാത്ത ഏതെങ്കിലും പോയിന്റ് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും കൂടി ടെക്സ്റ്റിൽ നോട്ട് ചെയ്തിട്ട് പഠിക്കാവുന്നതാണ്. എല്ലാ കാര്യങ്ങളും ടെക്സ്റ്റിൽ ഉണ്ടായിരിക്കണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ ഏതെങ്കിലും ഭാഗങ്ങൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതും കൂടി കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങളോട് എന്ത് പറഞ്ഞിട്ടുള്ളത്, ലെക്ചർ നോട്ട് എഴുതിയെടുക്കണമെന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ സെക്ഷൻ ഡിഡക്ഷൻസ് തന്നെയാണ് ഞാൻ ഇന്നത്തെ സെക്ഷനിലും പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങൾ അതൊന്ന് വായിച്ച് പഠിച്ച് മനസ്സിലാക്കാനായിട്ട് നോക്കാം. ഓക്കെ, താങ്ക് യു.